ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് 5 ഹോം ഹാക്സ് ഷെയർ ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഹാക്കാണ് ഈ ഒരു സ്പോഞ്ച് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡിഷ് വാഷ് സ്ക്രബ്ബർ സ്പോഞ്ചാണിത്. അപ്പോൾ ഈ ഒരു സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ പോർഷൻ അല്ലാതെ ഈ ഒരു യെല്ലോ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 3-4 കട്ട്സ് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 3 കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ആ ഒരു യെല്ലോ പോർഷൻ മാത്രമാണ് കട്ട് ചെയ്യുന്നത്. അതിൻ്റെ ബാക്കിലുള്ള ആ ഒരു സ്ക്രബ് ചെയ്യുന്ന പോർഷൻ കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇതുപോലെയാണ് കട്ട്സ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് റോൾ ചെയ്തിട്ട് അതൊന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് റബ്ബർ ബാൻഡും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതുപോലെയുള്ള തിന്നായിട്ടുള്ള 2 സ്റ്റിക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഏതൊരു സ്റ്റിക്കും എടുക്കാവുന്നതാണ്. അത്യാവശ്യം ആ ഒരു ലെങ്ത്ത് വേണമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു റബ്ബർ ബാൻഡിൻ്റെ ഇടയിലേക്ക് ഇതൊന്ന് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു ബോട്ടിൽസൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ക്ലീനിങ് ബ്രഷൊക്കെ ഇല്ലെങ്കിൽ, ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്യുന്ന ബ്രഷ് ഇല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഇതുപോലുള്ള സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഗ്ലാസ്, ഇതുപോലെയുള്ള പുട്ടുകുറ്റികൾ, അതുപോലെ ബോട്ടിൽസൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. സെയിം സ്പോഞ്ച് വെച്ചിട്ട് നമുക്കിതുപോലെയുള്ള ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഹൈറ്റിൽ വരുന്ന നമ്മുടെ കൈ വെച്ചിട്ടൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാവുന്ന ഗ്ലാസ്സൊക്കെ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ആ ഒരു ബോട്ടിൽ ബ്രഷിൻ്റെ ഫംഗ്ഷൻ തന്നെ നമുക്ക് ഇത് വെച്ചിട്ടും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതുപോലെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇതിപ്പോൾ എനിക്ക് കൈവച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്ലാസ്സാണ്. അപ്പോൾ ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പോഞ്ച് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ നമുക്ക് സ്ക്രബ് ചെയ്തെടുക്കാവുന്നതാണ്. ഗ്ലാസ് ആകുമ്പോൾ നിങ്ങൾക്ക് ഉൾഭാഗമെല്ലാം കാണാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണ് ഈ ഒരു ഗ്ലാസ് കാണിച്ചു തന്നിട്ടുള്ളത്. എന്നിട്ട് നമുക്കത് നല്ലോണം വാഷ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു സ്പോഞ്ച് യൂസ് ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്ത് റീയൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഡിഷ് വാഷിന് യൂസ് ചെയ്യുന്ന സ്ക്രബ്ബർ, അതുപോലെ സ്പോഞ്ച് കാര്യങ്ങളൊക്കെ വീക്ക്ലി വൺസ് മാറ്റി കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ഇതുപോലെ നമുക്ക് ആ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊക്കെ എപ്പോഴും മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ഒരു സ്റ്റെറിലൈസ് ചെയ്യുന്ന സ്റ്റെപ്പ് ചെയ്യേണ്ടതാണ് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഫുഡ് പാർട്ടിക്കിൾസൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കുടുങ്ങി കിടക്കാനും അത് ക്ലീൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ അത് ഡ്രൈ ആയി കിട്ടാനും കുറച്ച് ടൈം എടുക്കുന്നതാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഈ ഒരു ഐറ്റം യൂസ് ചെയ്താൽ കിട്ടുന്നത്. നമ്മൾ നോർമൽ സ്ക്രബ്ബർ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇത് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയും ചെയ്യാം. ഫുഡ് പാർട്ടിക്കിൾസ് ഒന്നും ഇതിൽ കുടുങ്ങി കിടക്കത്തുമില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ്. സ്മെല്ലോ കാര്യങ്ങളൊന്നും ഇതിലുണ്ടാവില്ല. നല്ല ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള മീൻ ചട്ടികളൊക്കെ നമ്മൾ നോർമൽ സ്ക്രബ്ബർ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ ആ ഒരു സ്ക്രബ്ബറിൽ ഇതിൻ്റെ ഫുഡ് പാർട്ടിക്കിൾസ്, സ്റ്റെയിന് കാര്യങ്ങളൊക്കെ കുടുങ്ങി കിടക്കാനും പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. പകരമായിട്ട് നമ്മൾ ഈ ഒരു ഷീറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും. അതുപോലെ തന്നെ ആ ഒരു ഷീറ്റ് നമുക്ക് സ്മെല്ലൊന്നും ഇല്ലാതെ ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചട്ടിയൊക്കെ കഴുകിയെടുത്തതിന് ശേഷം ഈ ഒരു സ്ക്രബ്ബർ നോക്കിയാൽ നല്ല രീതിയിൽ തന്നെ ക്ലീനായിട്ട് നമ്മുടെ ആ ഒരു പാത്രം കഴുകിയതിനൊപ്പം തന്നെ ആ ഒരു സ്ക്രബ്ബറും കൂടെ ക്ലീനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിന് 2 ലെയറാണുള്ളത്, അതുകൊണ്ട് തന്നെ നല്ല ബ്രീത്തബിളാണ്.
അപ്പോൾ ഫുഡ് പാർട്ടിക്കിൾസ് ഒന്നും ഇതിൽ കുടുങ്ങി കിടക്കത്തൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനും സ്മെല്ലൊന്നും ഇല്ലാതെ തന്നെ നമുക്കത് സൂക്ഷിക്കാനും വേണ്ടിയിട്ടൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടൈം ആ ഒരു സ്ക്രബ്ബർ ചേഞ്ച് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ഷീറ്റിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമ്മുടെ തേർഡ് ഹാക്ക് എന്ന് പറയുന്നത് സ്മോൾ സ്പേസ് യൂസ് ചെയ്യുന്നവർക്കും റെൻ്റൽ സ്പേസിൽ നിൽക്കുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള കപ്സ് കാര്യങ്ങളൊക്കെ നമ്മളിതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്പേസ് നമുക്കതിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേർട്ടിക്കൽ സ്പേസൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇതുപോലെ നമ്മൾ റെൻ്റൽ സ്പേസിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഡ്രിൽ ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റാറില്ല. ഈ ഒരു വാളിൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലുള്ള എസ് ഹുക്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇതിനൊരു സൊല്യൂഷനും കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ സിമ്പിളായിട്ട് ഈ ഒരു എസ് ഹുക്ക് നമുക്ക് എവിടെയാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ളത്, അപ്പോൾ ഞാനിവിടെ ഈ ഒരു ജനലിൻ്റെ സൈഡിലാണ് ഹുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഇതുപോലെ ഒന്ന് ഹുക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഹോൾഡ് ചെയ്യേണ്ട കപ്സ് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഹാങ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതാ ഇതുപോലെയാണ് ഹാങ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പത്തിലുള്ളൊരു കപ്പാണ്. അപ്പോൾ ഇത്രയും കപ്പ് നമുക്ക് ഈ ഒരു ചെറിയ സ്പേസിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ബാക്കി യൂട്ടൻസിൽസും ടൂൾസും കാര്യങ്ങളൊക്കെ നമുക്കിതുപോലെ ഹാങ് ചെയ്തിട്ട് വെർട്ടിക്കൽ സ്പേസിൻ്റെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാ ഇവിടെ വാഷ് ചെയ്തിട്ടുള്ള പാന് കാര്യങ്ങളൊക്കെ നമുക്ക് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഹാങ് ചെയ്തിടാവുന്നതാണ്. അപ്പോൾ റെൻ്റൽ സ്പേസിലും ചെറിയ സ്പേസിലൊക്കെ ഒക്കുപ്പൈ ചെയ്യുന്നവർക്ക് വലിയ ഹുക്കുള്ള ഹാങ്ങറൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും ഇതുപോലെയുള്ള ഹുക്ക് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ളത്. നമ്മുടെ യൂസിനനുസരിച്ച് നമുക്കിത് റിമൂവ് ചെയ്ത് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഡ്രിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് റിമൂവബിളാണ്, ഹാൻഡബിളാണ്. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റാണ്. നെക്സ്റ്റ് ഇതുപോലെ തിന്നായിട്ടുള്ള ബ്രഷാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ബ്രഷൊക്കെ വാങ്ങാൻ കിട്ടുവാണെങ്കിൽ ഒന്ന് വാങ്ങി വെക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് പല സ്ഥലത്തും കയ്യെത്താത്തതും നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്ക്രബ്ബറോ ക്ലോത്തോ ഒന്നും എത്താത്ത കുറേ ഏരിയാസിലൊക്കെ ഇത് നല്ല നീറ്റായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വരുന്ന ഈ ഒരു ഗ്യാസ്കറ്റ്സ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള തിൻ ബ്രഷ് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ക്ലോത്തും ബ്രഷൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്യാസ്കറ്റ്സിൻ്റെ ഏരിയ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ബ്രഷ് വെച്ചിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് നോക്കാം. ഇതിപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നല്ല രീതിയിൽ തന്നെ അഴുക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നോർമലി ഇങ്ങനെ സാധാരണ ക്ലീൻ ചെയ്യുന്ന സമയത്തൊന്നും ശ്രദ്ധയിൽ പെടാത്തൊരു ഏരിയയും കൂടിയിട്ടാണിത്. അപ്പോൾ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം.
നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഫുഡ് കണ്ടെയ്നേഴ്സ് വെച്ചിട്ടുള്ള ഒരു ഹാക്കാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ DIY ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ ഇതിൽ ഞാൻ 4 ഫുഡ് കണ്ടെയ്നർ വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെയുള്ള കാർഡ്ബോർഡ് റോളാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിലുള്ള വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാനത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ വേറെ വെർട്ടിക്കൽ സ്പേസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ആക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബോട്ടം പാർട്ട് ഞാനതിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാനിതാ ഇതുപോലെ ഒന്ന് ഹോളിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു പാർട്ടിലേക്ക്. എന്നിട്ട് വേറൊരു ഫുഡ് കണ്ടെയ്നറിൻ്റെ ഇതും കൂടെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കാർഡ്ബോർഡ് റോളിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള DIYയിൽ ഇതുപോലെ ഹോളൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇതിപ്പോൾ ഒരു വാട്ടർ ഡ്രെയിനേജ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ നമ്മുടെ സിങ്ക് ഏരിയയുടെ സൈഡിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഇതിലുള്ള എക്സസ് വാട്ടറൊക്കെ ഡ്രെയിനായി പോകാനും അതുപോലെ തന്നെ ഇത് നല്ല എയർ ഡ്രൈ ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഫ്രഷ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ നമ്മൾ ഡിഷ് വാഷിന് യൂസ് ചെയ്യുന്ന സ്പോഞ്ചും അതുപോലെ തന്നെ സിങ്ക് ഏരിയയൊക്കെ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്ക്രബ്ബർ ബ്രഷൊക്കെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് ഷെയർ ചെയ്തിട്ടുള്ള ഹാക്കിൽ നിങ്ങൾക്ക് ഏത് ഹാക്കാണ് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളതെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.